വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഖിത. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് എല്ലാവരും ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് വീട്ടിലുണ്ടാക്കി നോക്കേണ്ട ഒരു അടിപൊളി നമ്മുടെ സ്കിന്നിനെ എൻഹാൻസ് ചെയ്യാനായിട്ട്, റെജുവിനേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ സ്കിന്നിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കൊളാജൻ ക്രീം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും ഒരു ഹോം മെയ്ഡ് 100% ഓർഗാനിക് കൊളാജൻ ക്രീം. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് നമ്മൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഏത് സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഈ കൊളാജൻ ക്രീം എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ക്രീമായിട്ട് അപ്ലൈ ചെയ്യാം, അതേപോലെ നമുക്കൊരു പാക്ക് ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്കിപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. നമുക്കിത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ബ്രേക്ക് ഔട്ട്സ്, ആക്നീസ് അങ്ങനെ ഒന്നും വരില്ല. ഏത് സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി കൊളാജൻ ക്രീമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിറ്റി കൂട്ടാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും കരിമാങ്കല് ഒരു ഡൾ ഫേസിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മളിത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഞാൻ ഓരോ ഡീറ്റെയിൽസും പറയുന്നുണ്ട്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് അളവിലാണ് ഇതിന്റെ പേസ്റ്റും ക്രീമും വരണ്ടേന്നുള്ളത്. ആ അളവിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ കൊളാജൻ ക്രീം എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. 100% ഓർഗാനിക് ആയിട്ടുള്ള കൊളാജൻ ക്രീമിന്റെ പ്രിപ്പറേഷൻ നമുക്ക് കാണാം. കൊളാജൻ ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെ ഒരു മീഡിയം സൈസ്ഡ് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ബീട്രൂട്ട് ഇവിടെ തൊലി കളഞ്ഞെടുത്തേക്കുന്നതാണ്. ഇനി ഞാനത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യും. കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വീക്കിലേക്കുള്ള കൊളാജൻ ക്രീമാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വെള്ളം പോലും ചേർക്കാതെ എനിക്ക് അതിൻ്റെ നീര് തന്നെയായിട്ട് വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാ 1 വീക്കിലേക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയ മീഡിയം സൈസ്ഡ് ബീട്രൂട്ട് എടുക്കുക. അത് നിങ്ങൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ. എന്നിട്ട് ഞാൻ എൻ്റെ ജ്യൂസ് നിങ്ങളിപ്പോൾ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മുടെ കൊളാജൻ ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഒരു മീഡിയം സൈസ്ഡ് ബീട്രൂട്ടാണ്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്രയും നീര്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് റോസ് വാട്ടർ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 5 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്പൂണിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടർ. അങ്ങനെ ഞാൻ 5 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ 5 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, നമ്മുടെ കോൺഫ്ലവർ ആണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ വേറൊന്നുമില്ല, നമ്മൾ ഒരു പാനിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗായ്സ്, അപ്പം ഞാനിത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഞാൻ കുറുക്കി എടുക്കുകയാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിത് മാറണം. ഞാൻ അത് കഴിഞ്ഞിട്ട് കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. നമ്മുടെ കൊളാജൻ ക്രീമിന് വേണ്ടിയിട്ടുള്ള ദ ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടും കോൺഫ്ലവറും അതുപോലെ തന്നെ റോസ് വാട്ടറും ഞാൻ തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എടുക്കുന്ന പാത്രത്തിൽ വെള്ളമയം പാടില്ല. കാരണം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണെങ്കിൽ 1 വീക്കെങ്കിലും ഇരിക്കണം. അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഫ്ലാക്സീൻ്റെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഫ്ലാക്സീൻ്റെ ജെല്ല് ഓൾറെഡി ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫ്ലാക്സീൻ്റെ ജെല്ല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം ഫ്ലാക്സീൻ്റെ ജെല്ലാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന ഈ ഒരു സ്പൂണാണ്. ഇതിലൊരു 3 ടേബിൾ സ്പൂണോളം ഫ്ലാക്സീൻ്റെ ജെല്ല് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ കൊളാജൻ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഡൾ സ്കിന്ന്, ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡി ബ്രൈറ്റ് ആവാനായിട്ടും ഒന്ന് റെജുവിനേറ്റഡ് ആവാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീമാണ് കേട്ടോ കൊളാജൻ ബൂസ്റ്റിംഗ് ക്രീം എന്ന് പറയുന്നത്. 1 വീക്കോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1 വീക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഓയിലും അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാന്നുണ്ട്. ഏത് സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. നിങ്ങളിത് അപ്ലൈ ചെയ്ത് 15 മിനിറ്റ്സ് ലീവ് ചെയ്തിട്ട് ചുമ്മാ സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഭയങ്കര എഫക്റ്റീവ്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്ര അടിപൊളിയാണ്. ഡൾ സ്കിന്നെ മാറ്റാനായിട്ടും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഒരു 1 മന്ത് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുവേ. നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ക്രീമൊക്കെ എടുക്കുമ്പോൾ കൈ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു ജെല്ലി പോലെയൊക്കെയുണ്ട്. നിങ്ങളിതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അത് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും. നിങ്ങൾ എന്താണെങ്കിലും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഡൾ സ്കിന്നിനൊക്കെ മാറ്റാനായിട്ടും കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് നിങ്ങൾക്കൊരു 1 ഓഫ് ദി ബെസ്റ്റ് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു കൊളാജൻ ക്രീമാണ്. നമുക്ക് എലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ടും റിങ്കിൾസ് ഉള്ളവർക്ക് റിങ്കിൾസ് മാറ്റാനായിട്ടും റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ്. നമുക്കിതൊരു മസാജ് പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്താണെങ്കിലും വീട്ടിൽ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ കൊളാജൻ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജെല്ലി കൊളാജൻ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വൺസ് ഇത് പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് 1 വീക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനനുസരിച്ച് വേണം നിങ്ങൾ ബീറ്റ്റൂട്ടും അതിൻ്റെ അളവൊക്കെ എടുക്കാനായിട്ട്. നിങ്ങൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം. നമുക്ക് 1 വീക്ക് നമ്മൾ കംപ്ലീറ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യുക. ഒരു 15 to 20 മിനിറ്റ്സ് ലീവ് ചെയ്യുക. നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി വാഷോ സോപ്പോ യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നിങ്ങൾക്കൊരു ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ ക്രീം തേക്കുന്ന പോലെ ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ തന്നെ ലീവ് ചെയ്യുക കേട്ടോ. ഡ്രൈ ആയെങ്കിൽ മാത്രം നിങ്ങളിത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇത് ഓവർനൈറ്റ് വെച്ച് കിടക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. നിങ്ങളിത് 1 വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാലും നമുക്ക് ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് അത്രയും അടിപൊളിയാണ്. ഇപ്പം നിങ്ങളൊരു ബ്രൈഡ് ആവാനായിട്ടുള്ള പ്രിപ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 3 മാസം മുമ്പേ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി കംപ്ലീറ്റ്ലി റിജുവിനേറ്റഡ് ആയിട്ട് ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയില്ലേ, അത് കൊടുക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ കൊളാജൻ ക്രീം എന്ന് പറയുന്നത്. നമ്മുടെ ബീറ്റ്റൂട്ട് കൊളാജൻ ക്രീം എന്ന് പറയുന്നത് അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ റിസൾട്ട്. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാവേ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ബ്ലൂബെറിയുടെ ജാം ഒക്കെ ഇല്ല, അങ്ങനെ ജെല്ലിയാണ്. കാരണം നമ്മൾ ഫ്ലാക്സ് സീഡ് ഇതിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ടാണ്. ഫ്ലാക്സ് സീഡ് ഒക്കെ അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിനെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഇത് ക്രീം പോലെ എങ്ങനെയാണ് ബ്ലെൻഡ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നമ്മൾ നന്നായിട്ട് നമ്മൾ കയ്യിലേക്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് കണ്ടോ. ഇത് ശരിക്കും കുറച്ച് നേരം നമ്മളൊന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് ബ്ലെൻഡായി വരും കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് അത് ബ്ലെൻഡായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും നല്ലൊരു അടിപൊളിയാണ് നമ്മുടെ കൈക്ക് ഇത് കേട്ടോ. അത്രയും നല്ല റിസൾട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളത് മസ്റ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നമുക്ക് വേറെ കൊളാജൻ ബൂസ്റ്റിങ്ങിൻ്റെ പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ അറിയാം എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ കയ്യിലേക്ക് അത് ബ്ലെൻഡ് ആയിട്ടുണ്ടെന്ന്. സ്മൂത്ത് ആൻഡ് സിൽക്കി സോഫ്റ്റ് സ്കിൻ കിട്ടാനായിട്ട് അത്ര അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാം, ക്രീമായിട്ട് യൂസ് ചെയ്യാം, ഓവർനൈറ്റ് ക്രീമായിട്ട് വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിതൊരു പാക്ക് പോലെ നമുക്കിതിലേക്ക് കുറച്ച് ഓട്സിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധാ പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആകുമ്പോൾ ഒരു സെമി ഡ്രൈ ആകുമ്പോൾ നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. എന്താണെങ്കിലും നിങ്ങളിത് മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വൺസ് പ്രിപ്പയർ ചെയ്താൽ 1 വീക്ക് വരെ നമുക്കിത് ഒരു കേടും കൂടെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.